സാമൂഹിക ഭാഷാശാസ്ത്രം സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഷാശാസ്ത്ര ശാഖയാണ് സാമൂഹിക ഭാഷാശാസ്ത്രം. മനുഷ്യ ചരിത്രവും ഭാഷയുമായുള്ള ബന്ധമുള്ള ഭാഷാശാസ്ത്ര ശാഖയാണിത്. സമൂഹം, പ്രദേശം എന്നീ രണ്ട് ഘടകങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഭാഷയ്ക്കുള്ളിൽ വരുന്ന മാറ്റങ്ങളെപ്പറ്റി വിശദമായും സൂക്ഷ്മമായും പഠിക്കാൻ പറ്റുകയുള്ളൂ. സമൂഹത്തിൻ്റെ ഘടനയെ ആ സമൂഹത്തിലെ ആളുകൾ സംസാരിക്കുന്ന ഭാഷാഭേദങ്ങളുടെ ഘടനയുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്നതിന് ഭാഷാശാസ്ത്രത്തിൽ നിലവിലുള്ള പഠനശാഖയാണ് സാമൂഹിക ഭാഷാശാസ്ത്രം. സമൂഹവും ഭാഷയും തമ്മിലുള്ള ഘടനാപരമായ ബന്ധം സ്പഷ്ടമായി സാമൂഹിക ഭാഷാശാസ്ത്രത്തിൽ പഠിക്കുന്നു. സമൂഹത്തിലെ ഓരോ ഘടകങ്ങളും ഭാഷയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് കണ്ടെത്താൻ ഈ പഠന മേഖല ശ്രമിക്കുന്നുണ്ട്. ഭാഷണം നടക്കുന്ന പശ്ചാത്തലവും സന്ദർഭവും കൂടി ഇതിൽ നിരീക്ഷണ വിധേയമാകുന്നു. സാമ്പത്തിക ഘടന, അധികാരഘടന എന്നിവ സൃഷ്ടിക്കുന്ന അന്തരങ്ങൾ ഭാഷയിലും പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാവിധ വ്യത്യാസങ്ങളും ഭാഷാ പ്രയോഗത്തിലൂടെ വ്യക്തമാകുന്നു. മതം, ജാതി, തൊഴിൽ, ലിംഗം എന്നിവ ഭാഷണ വ്യത്യാസത്തിന് കാരണമാകുന്നു. പത്രഭാഷ, പ്രസംഗഭാഷ, പരസ്യഭാഷ, വ്യാപാരികളുടെ ഭാഷ, കോടതി ഭാഷ തുടങ്ങിയ വിവിധ മേഖലകളിൽ ഉപയോഗിക്കുന്ന ഭാഷയ്ക്കുള്ള വ്യത്യാസം സാമൂഹിക ഭാഷാ വിജ്ഞാനത്തിൻ്റെ പഠന മേഖലകളിൽ ഒന്നാണ്. ഒന്നുകൂടി പറയാം: പത്രഭാഷ, പ്രസംഗഭാഷ, പരസ്യഭാഷ, വ്യാപാരികളുടെ ഭാഷ, കോടതി ഭാഷ ഇതെല്ലാം സാമൂഹിക ഭാഷാ വിജ്ഞാനത്തിൽ പഠിക്കുന്നു. ഇപ്രകാരം ഭാഷാ പ്രയോഗങ്ങളിൽ വ്യത്യാസമുണ്ടാകുന്ന സാമൂഹിക അവസ്ഥയെ സാമൂഹിക ചരങ്ങൾ എന്ന് വിളിക്കുന്നു. സമൂഹ വിജ്ഞാനം, നരവംശാസ്ത്രം, സമൂഹ മനഃശാസ്ത്രം എന്നീ മേഖലകളുമായി സാമൂഹിക ഭാഷാശാസ്ത്രം അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. സാമൂഹിക ഭാഷാ വിജ്ഞാനത്തിലെ അന്വേഷണം ഭാഷാഭേദ വിജ്ഞാനത്തിലെ പഠന പരിധിയേക്കാൾ വിപുലമാണ്. ഭാഷാ ഘടനയ്ക്ക് സാമൂഹിക വിശദീകരണം തേടിക്കൊണ്ടാണ് ഈ ശാഖ പുരോഗമിക്കുന്നത്.